ഹായ് ഫ്രണ്ട്സ്, പപ്പിയാണ്. അപ്പം നമ്മുടെ ഈ പാടത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പൊക്കത്തൊരു വല വെച്ചിട്ട് വല ഊരിപ്പോയി. അവത്തല മീനാണ് നമ്മളത് കൂടാതെ ഇവിടെ ഒരു വല വെച്ചായിരുന്നു. ഇവിടെ ഒരു വല വെച്ചിട്ട് 2 കൊള്ളിക്കകത്ത് മീനുണ്ട്. അത് നമ്മളത് ഇവിടെ നമ്മൾ കൊല്ലിയിൽ തന്നെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഇത് ശകലം തിങ്ങി നിൽക്കുക. നമ്മുടെ ഈ ഫ്രണ്ടിൽ കിടക്കുന്ന ഈസി വെപ്പ് ശകലം തിങ്ങി ഇരിക്കുക. ഇത് ശകലം അയവുണ്ട്. നമ്മൾ വള്ളം പോകണ്ട. ഇത് ശകലം റിസ്ക് ഉണ്ട്. നമുക്ക് പോളയൊക്കെ വട്ടം കിടപ്പുണ്ട്. അതൊക്കെ ഒന്ന് താണ്ടി വേണം നമുക്ക് മുന്നോട്ട് പോകാം കേട്ടോ. ഇനിയിപ്പം റോഡിലെ കച്ചവടമാണ് നമ്മുടെ. വേണേൽ കുറച്ചുകൂടെ കിടക്കോട്ട് പിടിച്ചു വെച്ചാലും അപ്പൊ ഈ കുഴിന്ന് മാറും. ആ അവിടെ നമുക്ക് അങ്ങനെ വന്നു പോണതാ. മരുന്ന് പറ്റുമോ? വലുത് ആ ചവറൊക്കെ നമുക്കൊന്ന് എടുത്ത് ഒന്ന് മാറണ്ട. എന്നാലും അത് മറ്റേ വലുത് തന്നെ അല്ലടാ. അതൊരുമാതിരി വലുതാ ശങ്കരേ. അതൊരുമാതിരി വലുതാ. കിടക്കോട്ട് മാറ്റാം. വലു മറ്റേ അണ്ണാ എവിടെ സ്ഥലം? എവിടെ? വയസ്സുംപാത. പോരിയില്ല പറഞ്ഞ നമ്മള് 1 കിലോ എന്നൊക്കെ പറയുമെങ്കിലും കേട്ടോ, നമ്മള് 1.5 കിലോ വാരി കൊടുത്തേക്ക്. നമുക്ക് അങ്ങനൊന്നുമില്ല. നമ്മള് 1 കിലോ 100 എന്ന് പറഞ്ഞാലും നമ്മൾ 1.5 കിലോ 1 200 1 300 വീതം നമ്മൾ കൊടുത്തേക്കും. നാളെ കേട്ടല്ലേ? മീൻ കഴിക്കട്ടെ. അതെ അതെ, സന്തോഷം. പൈസ കൊടുത്തേ. യൂട്യൂബറല്ലേ, അപ്പൊ നിങ്ങൾക്കെല്ലാം കാണും. ഇങ്ങനെ നാളത്തെ വേണ്ട, എനിക്ക് വേണ്ട. കൊടുത്തേ ഇങ്ങോട്ടൊന്ന് കാണിച്ചേ. ആ 1 200 2.5 കെട്ടുകൂടാ. 2.5 കെട്ടുകൂടി.
കിറ്റ് വേണം. 81 56 807 307. ചേച്ചി മീൻ വേണ്ട? ജീവനുണ്ടെങ്കിലും അവിടെ കിടന്നിട്ട് കാര്യമുള്ളല്ലോ. നമ്മള് നമ്മുടെ സിലോപ്പി കുറച്ചിങ്ങനെ നമുക്ക് അവിടെ കിടപ്പുണ്ട് കേട്ടോ. അപ്പം അതിങ്ങനെ എടുക്കാനായിട്ട് പോകും. അപ്പോൾ അവർ രണ്ടുകൂടെ വണ്ടിയിൽ പോയി അത് എടുക്കൊണ്ട് വരും. അപ്പം നമുക്ക് ഇപ്പോൾ ഒന്നും പോയില്ല, 2 കിലോ പോയുള്ളൂ. എന്നാലും നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ നമുക്ക് അവിടെ കിടക്കുന്ന എടുക്കൊണ്ട് പോരുക. ചെറുതൊരു 1.5 കിലോയൊക്കെ വേണ്ടി. അത് 4 1 കിലോ ആയിരിക്കും. 4 1 കിലോ. ഈ ടൈപ്പ് മതിയോ? പണ്ണുള്ള ഇപ്പൊ പണ്ണുള്ള പണി അതെത്ര എണ്ണം മതി? അതെത്ര എണ്ണം മതി? എത്ര എണ്ണം മതി? വന്നാ വന്നിട്ട് വന്നാ പോവാണ് നമ്മളെ ഓർമ്മ ഇതിപ്പം 900 രൂപ ഒരെണ്ണം ഇട്ടാൽ റെഡിയാ. പോരാ. ഹലോ കോടിയിൽ ആരംഭിച്ച് ഇനി 50 രൂപ വരെയുള്ള സമ്മാനങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇന്നത്തെ കേരള ഒരു കിറ്റും കൂടെ ഇങ്ങനെ എടുക്കുക. ശങ്കര ഒരു കിറ്റും എടുക്കുക. 8 രണ്ടായിട്ടാണ് നമ്മളെ ഈ വന്ന 8-1-5-6 ചെമ്പല് നിന്റെ കാലിന്റെ പുറകെ നിറച്ച് ചേർത്തില്ല. അതെ 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 300. ആ 300 ഇവിടുന്ന് മേടിച്ചാ ഇനി വന്ന
അപ്പോൾ അവിടുത്തെ ആ വലുത് പെറുക്കി അങ്ങോട്ട് ബാധിക്കും. എന്തായി ഇങ്ങനെ ഇവിടുന്ന് വെച്ചാടാ അങ്ങോട്ട് നിരത്തി ശങ്കര അങ്ങോട്ട് നിരത്തി തട്ട് അവർക്ക് ആ ഇടത്തരം നോക്കുന്ന അരക്കിനെടുത്തു പിന്നെ എല്ലാം ജീവനുള്ളേപ്പാ ഇത് കണ്ട എല്ലാം അങ്ങോട്ട് ക്യാമറ എടുത്തൊരു മുന്നോട്ട് എല്ലാം ഒരാ കണക്കാം. ശങ്കര ഒന്ന് തൂക്കടാ, തൂക്കി കൂടുതലേ ഉള്ളൂ. ഇങ്ങനെ അത് 1.5 കിലോ ആണല്ലോ. ശകലം ഒരു 100-300 കണക്കാക്കി കൊടുത്ത് ഇങ്ങനെ എന്നാ എന്നാ വേണ്ട അവിടെ എന്താ വലുത് 200 ചെറുത് 100 അത് കൊടുത്താൽ 1 കിലോ വേണ്ട 400 വേണ്ട. ഇങ്ങനെ 100 നോക്ക് ആയിട്ടുണ്ടോ? അത് 200 മേടിച്ചോടാ. 200 കൊടുത്തേ. ഇവിടുന്ന് മേടിച്ചോ കേട്ടോ. 100 നമ്മളെ 100 രൂപയ്ക്ക് 2 കിലോ കൊടുക്കുക കേട്ടോ. കാരണം നമ്മളെ പെട്ടയ്ക്ക് ഒരു ടീം ചെയ്യുന്നതുകൊണ്ട് ഇത് 50 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് വളരെ ചെയ്യും. അപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ 100-100 എന്നൊക്കെ വിളിക്കും. പക്ഷേ നമ്മൾ 2 കിലോ കൊടുക്കുന്നത് കേട്ടോ. ഇതിത്തോട്ട് അങ്ങോട്ട് 2 കിലോ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ചേട്ടയ്ക്ക് 2 കിലോ കൊടുക്കും. അതുകൂടാതെ ഇത് കുട്ടനാട് ഭാഗത്തൊക്കെ ഇത് സജീവമാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് കിലോ. ഇതെന്ന് പറയുമ്പോൾ ഈ എന്തുവാ ആറ്റിൽ നിന്നോ കായലിൽ നിന്നൊന്നും അല്ല കേട്ടോ. ഇത് പാടശേഖരത്തിൻ്റെ അകത്തുനിന്ന്, ഇതേപോലുള്ള പാടശേഖരത്തിൻ്റെ അകത്തുനിന്ന്. അപ്പോൾ അത് 2 ദിവസം കഴിയുമ്പോൾ വെള്ളം പറ്റി കഴിയാൻ നേരത്ത് അത് ചത്തുപോകും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇടത്തരം പിടിച്ചേട്ടോ. അല്ലാതെ കുഞ്ഞിനെ പിടിച്ച് നശിപ്പിക്കുകയെന്നപ്പോൾ കാര്യം കമൻറ്റ് ചെയ്തില്ല. ഇത് നമ്മൾ പാടത്തിൻ്റെ അകത്ത് ആയതുകൊണ്ടുള്ള നമ്മൾ പിടിച്ചേട്ടാ. നമ്മൾ പുറത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ചെറുതൊന്നും എടുക്കത്തില്ല. ഇങ്ങനെ എവിടെ പോലാ എന്നാ ഡേറ്റ് എന്നാ? എന്ത് വേണ്ട ഇങ്ങ് വന്ന് അണ്ണന് കൊടുത്തേ ഇങ്ങ് വന്ന് 100
15-20. ൂക്കണ്ടാണ് കൊടുത്ത് വിട്ടേക്ക്. കറക്റ്റാ കിറ്റികളെ കൊടുത്തേ, ഒരു കിറ്റികളെ കൊടുത്തേ. ഇങ്ങനെ ഒന്നിനും മുമ്പ് 2 കിലോ ഇറങ്ങി വന്നേ. 1 കിലോ ആണോ? 1 കിലോ എടുത്തു കൊടുക്കാൻ. 1 കിലോ കൊടുത്ത് തട്ടങ്ങോട്ട് എടുത്താൽ പോരെ. അതാണ് ഇങ്ങനെ 1 നമ്മൾ 1.5 വിളിക്കുന്നുണ്ടെങ്കിലും നമ്മൾ 2 കിലോ കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ 2 കിലോ കൊടുക്കുന്നത്. നമ്മൾ രഹസ്യമായിട്ട് പോയി 2 കിലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ ഒറ്റത്തിൽ വിളിക്കുമ്പോൾ 1.5 വിളിക്കുന്നതേ ഉള്ളൂ. അത് 200 രൂപ. അതിന് വലുത് ഏത് വശത്താ കിടക്കുന്നതെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പിടിച്ചു. ഇത് വലുതല്ലേ? ഇങ്ങനല്ല വരുന്നത്. ഇത് അത് തന്നെ കൊണ്ടുപോകാം. ചക്കര 1 കിറ്റ് എടുത്തോ. 1 കിറ്റ് എടുത്തോ. കോഴിക്കോടാ? കോഴിക്കോടുള്ള നമുക്കൊരു കസ്റ്റമർ വന്നു കേട്ടോ. കോഴിക്കോടുള്ളൊരു കസ്റ്റമർ വന്നു. ഇല്ല നമ്പർ പറയണം. നമ്പർ 8156. എത്ര ഉണ്ട്? 8156. അതെ നമ്മളെ കോഴിക്കോടല്ലേ കേട്ടാ. നമ്മള് മീനും മേടിച്ചിട്ട് പോകും. അങ്ങനെ കോഴിക്കോട്ടേക്ക് നമ്മുടെ മീൻ പാസ്സായിരിക്കും കേട്ടോ. മീൻ അല്ല 1 കിലോ. ഇത് മതിയല്ലോ, 100 രൂപ മതിയല്ലോ. ഇവിടുന്ന് മേടിച്ചോ കേട്ടോ. ഇവിടുന്ന് മേടിച്ചത് ചേട്ടന് കൊടുത്ത്. ചേട്ടന് 100 രൂപ കൊടുത്ത്. അമലെ എവിടെയാ പോയില്ലേ?
നീ എറണാകുളത്ത് പോയിട്ട് അപ്പം വന്നു? നാളെ രാവിലെ ആണോ? രാത്രി 9 മണിക്ക് അവർ മീൻ എടുക്കാൻ പോകുന്നു. കൊടുത്തോ ഒരു കിലോ കൊടുത്താണ്. 2 കിലോ 1 കിലോ അല്ലേ അപ്പം അത് 2 കിലോ വെറും 3 സാധനം അപ്പൊ ഇത് 2 കിലോ ചേച്ചിക്കൂടെ 2 കിലോ. അണ്ണാ ഒരു കിട്ടിക്കണം വേണം. ശങ്കര ഒരു കിട്ടിക്ക് പോണം. ഒരു റോള് വീട്ടിൽ ഇരിപ്പുണ്ടല്ലോ പപ്പി, മറ്റേ കൂടില്ല പപ്പി. ഒന്ന് തൂക്കിയോ കൂടുതലേ ഉള്ളൂ. ഒന്നരേ ഉള്ളൂ. അത് 1 കിലോ എടുത്തോ. അതിനകത്ത് 1 കിലോ ഇട്ടോ. ശങ്കർ ബ്രോ അതിനകത്ത് 1 കിലോ 1 കിലോ ഇട്ടോ. ആ കിറ്റിനകത്ത് തന്നെ. അതിനകത്തില്ല ആ ഇടത്തരം. ആ ചേട്ടാ അയ്യോ നമ്മളെ സബ്സ്ക്രൈബർ കേട്ടോ. നമ്മളെ വീഡിയോ അണ്ണാ ഇടത്തരം 150 കൊടുത്ത 150 ചേച്ചി ഒരു ചെമ്പല്ലി ഉണ്ട്. അത് അണ്ണാ ഈ ഒരു ചെമ്പല്ലി എൻ്റെ ഇട്ടേക്കണം. അണ്ണാ നോക്കി അല്ല തരാം. അല്ല ആ ചെമ്പല്ലി ശങ്കർ ആ ചെമ്പല്ലി എടുത്തിട്ടു. ആ ചെമ്പല്ലി ഇങ്ങനെ അപ്പൊ ഇങ്ങനെ അല്ല ഇതിരുന്നു. ആ കൊടുടാ നമ്മുടെ സബ്സ്ക്രൈബർ ആടാ കൊടുക്കടാ. ഇങ്ങനെ കണ്ണന് കൊടുക്കും. ഇല്ല അവിടെ ഇടുന്നു. എപ്പോ തുടങ്ങിയ പപ്പി? എപ്പോ തുടങ്ങിയതാ പപ്പി? 200 കേട്ടോ. കൊടുത്തോ. പിന്നെ മൂപ്പനെ കൊടുത്തു. വീഡിയോ അല്ലാതെ ഇടുന്നുണ്ട്. ഇടുന്നുണ്ട്. എടാ നമ്മളെ അണ്ണനെ ഒന്ന് നല്ലപോലെ കാണിച്ചാടാ അമൽ ബ്രോ. ഗോപൻ പഴവിട്ട് നമ്മളത് എനിക്കറിയാമല്ലോ. പിന്നെ നമ്മളെ വ്യൂവേഴ്സിനൊന്നും അറിയാൻ വേണ്ടിയിട്ടല്ലോ. അതിനു വേണ്ടി നമുക്കറിയാലോ. മേടിക്കാം.
വലുത് നോക്കി എടുത്തു കൊടു, വലുത് നോക്കി എടുത്തു കൊടുത്തേ. ആ ഉണ്ട്. ഒരു കുഴപ്പമില്ല. ശങ്കര അന്ന് കൊടുത്ത് അണ്ണൻ നമ്മളേത് ഇപ്പം ഒരു കിറ്റ് മേടിച്ച കേട്ടോ. ഇപ്പൊ നമ്മളത് ഒരു കിറ്റ് മേടിച്ചിട്ട് പോയതാണ്. പിന്നെ അണ്ണ എവിടെയാ? തിരുവമ്പാടി. നമ്മുടെ ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ അയാൾക്കും വേണോ? ആണോ? ഓട്ടോ നമ്മളെ 1.5 100 വിളിച്ചു പറയുന്നതല്ലോ. അവർക്കൊക്കെ അറിയാം 2 കിലോ കൊടുക്കുന്നത്. അപ്പാപ്പി ഫിഷിംഗ് ബ്ലോഗ്. അപ്പൊ ഒരു ടീം വരുന്നുണ്ട്. അണ്ണാ 2 കിലോ 1 കിലോ 200. അല്ലല്ല അല്പമാണോ? നിങ്ങൾ എവിടെ നിന്നാണോ? എവിടുന്നാ വരുന്ന? പത്തനംതിട്ട നിന്നാണോ? മേടിച്ചിട്ടുണ്ടോ? ഫ്രഷ് മീൻ മേടിച്ചിട്ട് ഇപ്പൊ പിടിച്ച് കയറ്റിയേ ഉള്ളു. 2 കിലോ കൊടു കൊടു കൊടു. കൂടുതലാണ് കാണത്തുള്ളൂ കേട്ടോ. നമ്മളൊക്കെ ഇങ്ങനെ കണ്ടെന്ന് പറയുന്നേ ഉള്ളൂ. ഒരു കിറ്റൂടാ. രണ്ട് കിറ്റാക്കി തരണേ. 2 കവറിട്ട് അതൊക്കെ തരാം. എവിടുന്ന് കോന്നി കൊണ്ടുപോണ്ടേ? കോന്നി അത് കുഴപ്പമില്ല. കടക്കുകയാണ് താഴെ പോകും. നമുക്ക് കൊടുക്കാം. ആയിക്കോട്ടെ. എടുക്കട്ടെ 100 രൂപയ്ക്ക് എടുക്കട്ടെ. അത് വലുത് മതി. അത് വലുത് മതി. എടുക്കട്ടെ. 2 കിലോ എന്നൊക്കെ പറഞ്ഞാലും ഞങ്ങൾ 2 കിലോ 2 400 ഫ്രഷ് മീനല്ലേ? എടുക്കട്ടെ. അവരോട് ചോദിക്കാം. മോട്ടറായിരുന്നു വീഡിയോ കോൾ ചെയ്ത് ഞാനാ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് മീൻ അല്ല എവിടെ പോണ്? ഞാൻ ഇപ്പോൾ ഒരു ചെറിയ ആക്സിഡന്റ് ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം ഡോക്ടറെയൊക്കെ കാണിച്ചു. എൻ്റെ പേരെന്ത് വരുന്നു? ബിജു. നമ്മളെ വിളിക്കും.
വിളിക്കുമായിരുന്നു കേട്ടോ. ഇതിന്റെ അകത്ത് പ്രാവശ്യം ആ ആ ആ. അതെ അതെ മീൻ പിടിക്കാൻ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട് വീഡിയോ, എല്ലാവർക്കും ആ. ഓ സന്തോഷം. ചേച്ചിയുടെ പേരെന്തോ ചേച്ചി? തിലോപ്പിയ തിലോപ്പിയ എല്ലാം കഴിഞ്ഞു. തിലോപ്പിയ മാത്രമല്ല, ഇന്ന് ഇവിടെ നിന്ന് വിറ്റവർക്കെല്ലാം ഇല്ല. അപ്പുറത്തൊരു പാടം പറ്റിയായിരുന്നു, ആ പാടത്തായിരുന്നു അവിടെ. അപ്പൊ പട്ടമുക്ക് ഷാപ്പില് പരാതി വേണമെന്ന് ചോദിക്കാം. ഞാൻ ചോദിച്ചാ ശരിയാക്കില്ല. നമ്മളെ ചോദിച്ചു വെക്കാം, വിലയൊക്കെ നിങ്ങൾ പറഞ്ഞു. ഞാൻ പോയി കുളിയെല്ലാം കഴിഞ്ഞ് വന്നതായിരുന്നു. കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ സിലോപ്പി അതേ കണക്ക് തന്നെ എളുപ്പമുണ്ട്. 2.5 കിലോ 2.5 കിലോ 100 രൂപ. 2.5 കിലോ വലുതുണ്ട്. 2 വണ്ടിയാണ് ഇത് 2.5. ബാക്കിയത്ത് ഫ്രിഡ്ജിൻ്റെ അകത്തൊന്നും വെച്ചേക്കണം, രാവിലെ വ്യത്യാസം എടുക്കാം. 7 മണി എത്രടാ? 200 ഇതാകുമ്പോൾ ഒരുപാട് വെട്ടാം, അതാകുമ്പോൾ കുറച്ച് വെട്ടിയാൽ മതി. ഇനി വന്ന് 250 രൂപ. 1 മണി 50 രൂപയ്ക്ക് ഇതോടെ ഇട്ട് വേറെ ഇട്ട് ചെമ്മീൻ മേടിക്കാം. മുളക് ചെമ്മീൻ കൊടുത്തേരാ. അങ്ങനെ ഒരു 1.5 കിലോ പൂക്ക് കാണും. കുറേ വരും, അണ്ണ അത് 2 കിലോ 1 കിലോ ഇടണം അണ്ണ. അതോ ഒന്നിച്ചിട്ട് വലിയ സിലോപ്പി മേടിക്കാം. അതുകൊണ്ടോ വലിയ സിലോപ്പി മേടിക്കാം. മാത്രമേ ഉള്ളൂ. ഉണക്കച്ചമ്മയുണ്ട്. നമുക്ക് നമ്മളെ അപ്പുറത്ത് അണ്ണല്ല ഉണക്കച്ചെമ്മീൻ വിൽക്കുന്നുണ്ട് കേട്ടോ. അതാ ഈ ഉണക്കച്ചെമ്മീൻ നമ്മൾ വിളിക്കുന്നത് കേട്ടാ. ഉണക്കച്ചെമ്മീനുകൾ നമ്മൾ കാണിച്ചു തരാം. അണ്ണാ കിറ്റിൻ്റെ അത് എത്ര കിലോ ഉണ്ട്? 1/2 കിലോ അല്ലേ? ഉണക്കച്ചെമ്മീനുണ്ട് കേട്ടോ. നമുക്ക് ഉണക്കച്ചെമ്മീൻ 1/2 കിലോ ഒരു കിട്ടുന്നത്. 1/2 കിലോ 300 രൂപ. 1/2 കിലോ. അണ്ണൻ എവിടെയാ? മണഞ്ചേരി. ആ ഓക്കെ. അപ്പോൾ നമുക്കിവിടെ ഉണക്കച്ചെമ്മീനും ഉണ്ട് കേട്ടോ. 1/2 കിലോ കിട്ടുന്നത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഉണക്കച്ചെമ്മീൻ മേടിച്ചോ കേട്ടോ. ഇങ്ങനെയാണ് അപ്പൊ ഇവിടെ പെങ്ങട മോനാ കേട്ടാ. അവൻ ഇതുവഴി എപ്പോഴും പോകും. 5 പൈസയുടെ മീൻ നമ്മുടെ ഒന്നും മേടിച്ചിട്ടില്ല ഇന്ന് വരാം. അത് നമുക്കറിയാം. അവിടെ സന്തോഷം കണ്ട. അത് പറയുമ്പോ അവിടെ സന്തോഷം കണ്ട. 100 രൂപ 2.5 കിലോ 100. 2.5 കിലോ 100. 100 രൂപ കൂട്. 100 രൂപ കൂട്. അല്ലല്ല
എവിടെയാ ചേ സത്തമ്പള്ളിയോ 2.5 കിലോ വാരിയിട്ട് കൊടുത്ത് കിറ്റ് പിടിക്കണ ഞങ്ങളെ ഞാൻ കിറ്റ് പിടിച്ചു തരാം മുള്ളു കൊള്ളാതെ വാരിക്കും 2.5 കിലോ കൊടുത്ത് 2.5 കിലോ ഇവിടെ കൊടുത്ത് കച്ചാലും കാണിച്ചു കൊടുക്കണേ തൂക്ക് എത്ര ഉണ്ട് 2.600 ഒരു കിറ്റ് കിടന്നുണ്ടോ ഒരു ആദായം വിൽപ്പന 2.5 കിലോ കൊടുത്ത് ഇപ്പം കൊണ്ട് ഇട്ടതേ ഉള്ളൂ 100 രൂപയ്ക്ക് കണ്ടോ കാരണം ഒരു കിറ്റ് എടുത്തേട്ടാ വാരിട്ടെ എല്ലാം ഒന്ന് ഇപ്പം തന്നെ പിടിച്ചോ ഇല്ല ഒരു ഇങ്ങനെ വരിക്കും ഈ ചിറ്റൊന്ന് പിടിക്കാം ഇങ്ങ് വന്ന് തരാം അവിടെ വരാം ഒരു മിനിറ്റ് 2 കിലോ 100 ഇനി വന്ന് ഉണക്കച്ചെമ്മീൻ മേടിച്ചോ ഇനിയിപ്പോൾ നമ്മൾ 2 കിലോ 100 കൊടുക്കുക കേട്ടോ കാരണം നമ്മൾ അപ്പുറം നിന്ന് വിറ്റവർക്കാൻ മീൻ തീർന്ന് അവർ അവരെല്ലാം ജീവനുള്ളതായിരുന്നു അപ്പം നമുക്ക് നമ്മുടെ മീൻ ചത്തുപോയാൽ നമ്മൾ ശകലം ലോങ്ങിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു അപ്പം വെള്ളത്തിൽ ഇട്ടപ്പോൾ അത് ചത്തുപോയി അപ്പം നമ്മൾ ഇനിയിപ്പം 2 കിലോ 100 കേട്ടോ 2 കിലോ 100 അടിക്കുക അപ്പോൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ചിലപ്പോൾ 1.5 കിലോ 100 ആയിരിക്കാം ചിലപ്പോൾ അത് കഴിഞ്ഞ് 2 കൊടുത്ത് കിട്ടുന്നുണ്ട് അത് കഴിഞ്ഞ് 100 രൂപയ്ക്ക് 2.5 കിലോ കൊടുത്തിട്ടുണ്ട് 100 രൂപയ്ക്ക് 3 കിലോ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് 2 കിലോ ആയിരിക്കും കൊടുക്കുന്നത് ചിലപ്പോൾ അത് കഴിഞ്ഞ് 1.5 കിലോ ആയിരിക്കും കൊടുക്കുന്നത് അത് കച്ചവട തന്ത്രമോ കേട്ടോ കച്ചവടം ഇങ്ങനെ മാറിയും മറിഞ്ഞും കൊണ്ടിരിക്കും അവസ്ഥയിലൊന്നും ആരും കമൻറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ പറയാതെ കേട്ടോ കാരണം നമുക്കും നിങ്ങൾ ചെയ്യാൻ നേരം നമ്മൾ ആത്മാർത്ഥമായിട്ട് ഓരോ കാര്യങ്ങളും അവസ്ഥയിലും നമുക്കും മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന കേസുണ്ട് അതുകൊണ്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ എന്നാ പുറത്ത് വെള്ളമാണ് കേട്ടോ അണ്ണൻ്റെ കാല് വീഴാത്തോണ്ട് പുറത്തോളം വെള്ളമാണ്
2 കിലോ 100 ചേട്ടായി 2 കിലോ 100 ഇനി വന്ന് ആ കുറുവയും ആ വലിയ എല്ലാം കൂടെ കൊടുക്കും. ആ വലിയ കിലോപ്പീടെ പെറുക്കി ഇടാം. അതിൻ്റെ 200 രൂപ മേടിക്കും. ആ വലുതും പെറുക്കിട്ടു. നാളെ മഞ്ഞക്കൂരി വരാം കേട്ടാ സാറേ. നാളെ മഞ്ഞക്കൂരി വരാം. മഞ്ഞക്കൂരി അണ്ണാ 1 കിറ്റിയുടെ കൊടുത്തു. അണ്ണാ 1 കിറ്റിയുടെ കൊടുത്ത് ഇങ്ങോട്ടോ. 1 കിറ്റിയുടെ കൊടുത്ത് നമ്മുടെ 2 കിലോ സിലോപ്പി. ആ കുറുവയും പോയി കേട്ടോ. നമുക്ക് കിടന്ന കുറുവയും പോയിട്ടുണ്ട്. അത് നാളെ മഞ്ഞക്കൂരി വരും. ഇങ്ങനെ ഉണക്ക ചെമ്മീൻ മേടിക്കാം കേട്ടോ. അപ്പുറത്തുനിന്ന് ഉണക്ക ചെമ്മീൻ മേടിക്കാം. ഇങ്ങനെ അപ്പുറത്താര് പോയി. ആ അതാ ഞാനും നോക്കിയത്. അതാ ഞാൻ മാറ്റിയും മറിച്ച് മേടിക്കട്ടെ. കച്ചവടമാണ്. അതുകൊണ്ട് അവര് പോകുന്ന കണ്ടോണ്ടോ ഞാൻ വന്ന് ചോദ്യം പറിച്ചില്ലാതെ 2 കിലോ 100 പറഞ്ഞു. നമ്മളെ ലാസ്റ്റ് കിടന്നത് തീർന്നു കണ്ട. അപ്പോൾ നമ്മൾ മീൻ കഴിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ അപ്പാപ്പയുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ബൈ ബൈ.